ഹായ് ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ഒന്നാം തരം കിടിലൻ റെസിപ്പിയായ പച്ചക്കായുടെ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുത്താലോ. അപ്പോൾ ഈ ഒരു പച്ചക്കായ ഇല്ലാണ്ട് എങ്ങനെ കറി തയ്യാറാക്കിയിട്ട് എടുക്കുമെന്നുള്ള ഒരു ടെൻഷനും വേണ്ട. നിന്ന് കടയിൽ പോയിട്ട് 2 പച്ചക്കായ വാങ്ങാം, കൂടെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി കൂടി വാങ്ങിക്കുക. പിന്നെ ഇത് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു തക്കാളിയും 2 പച്ചമുളകും ചേർത്തിട്ട് ഉച്ചക്കുള്ള ചോറിന് വേണ്ടിയിട്ട് ഒന്നാം തരം കറി തയ്യാറാക്കിയിട്ട് എടുക്കാം. ചോറിന് ഞങ്ങൾക്ക് എപ്പോൾ ഒരു നാടൻ രീതിയിലുള്ള കറി തന്നെയല്ലേ വേണ്ടുന്നത്, അതല്ല എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ 2 പച്ചക്കായ മാത്രം മതി ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കുറച്ച് കുഞ്ഞുള്ളി മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളയാം. അപ്പോൾ ഈ ഒരു പച്ചക്കായുടെ കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം കറിയാണോ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അതിനനുസരിച്ച് പച്ചക്കായുടെ അളവ് കൂട്ടിയെടുക്കുക. പക്ഷേ എന്നാലും വേണ്ടാന്ന് തന്നെയാണ് വിചാരിക്കുന്നത്, കാരണം ഈ ഒരു 2 പച്ചക്കായ ഉപയോഗിച്ചിട്ട് തന്നെ ഒരുപാട് കറി ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം. അത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് തൊലി ഒന്ന് കളയുന്നുണ്ട്. ഒരുപാട് തൊലി കളഞ്ഞ് അതിനെന്താ പറയുക, ആ ഉള്ളിലത്തെ ഒരു ഭാഗം കാണിക്കേണ്ട ചെറിയ രീതിയിലുള്ള തൊലികളൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ഈ ഒരു പച്ചക്കായുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നത്. തൊലി മുഴുവനായിട്ടും കളയേണ്ട, ഇടയ്ക്കൊക്കെ അങ്ങനെ ആ ഒരു തൊലിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഞങ്ങളുടെ കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 നല്ല വലുപ്പമുള്ള പച്ചക്കായ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പച്ചക്കായ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് ഇതേ രീതിയിലുള്ള കറി നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ കറി നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു പച്ചക്കായ ഞാൻ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം, എന്നാൽ മാത്രമേ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. കറി തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഞങ്ങൾ എന്തൊരു ഭക്ഷണങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമല്ല ഞങ്ങൾക്ക് മനസ്സിനൊരു തൃപ്തിയാണുള്ളൂ അല്ലേ. എൻ്റെയൊക്കെ സ്ഥിതി അങ്ങനെയാണ്, നിങ്ങളും അതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ 2 പച്ചക്കായും ചെരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണേ. അങ്ങനെ ഇനി ഒരു ബൗളിൽ ഞാൻ നല്ല പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം കല്ലുപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പച്ചക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലിട്ട് കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ആ ഒരു കറയില്ല, ആ കറിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു 2-3 തവണയായിട്ട് കഴുകിയെടുക്കാം. ഇതത് നന്നായിട്ട് ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കറിയൊക്കെ ഒന്ന് പോയി കിട്ടും. അങ്ങനെ ഞാൻ വീണ്ടും ഒരു 3-4 തവണയായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഈ ഒരു പച്ചക്കായ ഒന്ന് പൊരിച്ചെടുക്കേണ്ടതല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൂട്ടൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. അതിന് ഈ ഒരു ബൗളിൽ ഞാൻ 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞങ്ങൾ സാധാരണ മീനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കൂട്ടൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൂട്ടൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. ഈ ഒരു മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. എന്നിട്ട് നേരത്തെ കഴുകി മാറ്റി വെച്ച പച്ചക്കായ് ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കഴുകി മാറ്റി വെച്ച പച്ചക്കായ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഒന്ന് ഈ ഒരു പച്ചക്കായിൽ ഈ ഒരു കൂട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറിയൊരു ബൗളായിപ്പോയി, എന്നാലും കുഴപ്പമില്ല, പിന്നെ വീണ്ടും മാറ്റണ്ടാലോ എന്ന് വെച്ചാൽ എപ്പോഴും ഒരു മടിയല്ല അവർക്ക് ഉണ്ടാകാനല്ലേ. എനിക്കും അങ്ങനെ തന്നെ, പിന്നെ വീണ്ടും ഇതിനൊന്ന് മാറ്റിയെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു പച്ചക്കായ് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത്.
അപ്പോൾ ഇതാ ഈ ഒരു പച്ചക്കായിൽ ഈ ഒരു മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഫിഷൊക്കെ എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതാ ഈ ഒരു പച്ചക്കായിൽ ഈ ഒരു കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുഞ്ഞുള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10 കുഞ്ഞുള്ളി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ച് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് അരഞ്ഞു പോവും. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു കുഞ്ഞുള്ളി ചതച്ചെടുത്തിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കേണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താലും മതി. അപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞുള്ളി ഞാനൊരു വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുഞ്ഞുള്ളി ഇല്ലയെന്ന് വെച്ചിട്ട് വിഷമിക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ. വെല്ലുള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താലും മതി. അങ്ങനെ ഇത് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അരഞ്ഞു പോകില്ല, പേസ്റ്റ് പോലെ ആയിപ്പോവും. പക്ഷെ അതുപോലെയല്ല ഞങ്ങൾക്ക് വേണ്ടുന്നത്, ഇങ്ങനെ ഒരു ചതച്ചെടുത്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാനിതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായി പോയതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതേപോലത്തെ പാത്രങ്ങളിലാകുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതും മാത്രമല്ല, കാരണം ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെച്ചാൽ ഒരുപാട് എണ്ണയായി പോലെ. അപ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഇതുപോലത്തെ പാത്രത്തിലൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാടൊന്നും പൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാലും മതി. അങ്ങനെ തയ്യാറാക്കി വെച്ച പച്ചക്കായ് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയില്ലാതെ തന്നെ ഇതിനൊന്ന് പൊരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇത് ഞാൻ ആദ്യം തന്നെ കുറച്ചിട്ടിട്ട് ഈ ഒരു പച്ചക്കായ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതായത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതിയേ, ഒരുപാട് അങ്ങ് പൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇത് ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു കറി ചോറിൻ്റെ മാത്രമല്ല കേട്ടോ, ഇഡ്ഡലിക്ക്, അതുപോലെ തന്നെ ചപ്പാത്തി, പിന്നെ നെയ്സ് പത്തിരിക്ക്, നെയ്ച്ചോറ്, അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണിത്. അത് ഞങ്ങൾ പച്ചക്കായ് ഫ്രൈ ചെയ്തിട്ടാണല്ലോ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവാൻ. അങ്ങനെ ഇത് മുഴുവനായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതിനൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒന്ന് അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിൽ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു അല്പം വലിയ തേങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങയാണെങ്കിൽ 1 തേങ്ങ തന്നെ എടുക്കാം. എന്നിട്ട് ചിരവിയ തേങ്ങ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിലേക്കൊരു 3 കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അരപ്പ് ഒരു നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ ഒരു കഷ്ണം വെല്ലുള്ളി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എന്തായാലും ഉച്ചയ്ക്കുള്ള ചോറിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നാടൻ രീതിയിലുള്ള കറിയാണല്ലോ. അപ്പോൾ നാടൻ രീതിയിലുള്ള കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവയൊക്കെ ചേർത്ത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞുള്ളിയില്ലേ, അതുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഈ എണ്ണയും അതുപോലെ തന്നെ ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു കുഞ്ഞുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കൂടി ഉണ്ടാകുമ്പോഴേ ഞങ്ങളെ കറിക്കൊരു ടേസ്റ്റ് കൂടുതലുണ്ടാകും. കറിവേപ്പില ഒന്നും ഇല്ലാണ്ട് കറി തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഐറ്റംസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമാണ് കറിയൊക്കെ നല്ലൊരു രുചിയാണ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടട്ടെ.
അപ്പോൾ ഓരോരോ കറികൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെതായ ഐറ്റംസൊക്കെ വേണം. എന്നാൽ മാത്രമല്ല കറിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. കറി കഴിക്കാനായിട്ട് നല്ലൊരു രുചി കിട്ടണമെങ്കിൽ അതിൻ്റെതായ ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഇതേ ഒരു തക്കാളി ഞാൻ കുനാന്നരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് തന്നെയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു തക്കാളി. അപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അങ്ങനെ ഇതാ ഈ ഒരു തക്കാളി മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു കറിക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുടംപുളിയാണ്. അപ്പോൾ കുടംപുളി എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുടംപുളി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാൻ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുടംപുളി ഉണ്ടെങ്കിൽ കുടംപുളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഇതിലേക്ക് ഇതൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആദ്യം തന്നെ ഇത് 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇതൊന്ന് തിളച്ച് വരുമ്പം തന്നെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു അരപ്പില്ലേ, തേങ്ങയുടെ അരപ്പ്, അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു കറി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് കിട്ടേണ്ടത്. നിങ്ങൾക്ക് കറി കുറച്ച് ലൂസിലാണ് വേണ്ടുന്നതാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. പക്ഷേ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുതലെന്ന് വെച്ചാൽ നല്ലൊരു കട്ടിക്ക് നല്ല തിക്കായിട്ട് തന്നെ ഗ്രേവി ആയിട്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരാൻ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് വീണ്ടും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പച്ചക്കായ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാട് അങ്ങ് തിളച്ച് പോകണ്ട. ഇപ്പം തന്നെ ഈ ഒരു കറി നല്ല രീതിയിൽ തന്നെ ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചക്കായ് ഇട്ടതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്തത് കാരണം തന്നെ ഈ ഒരു പച്ചക്കായ് ഇനി വേവാനൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഫ്രൈ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പച്ചക്കായ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പച്ചക്കായ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു തിള വരുമ്പോഴേക്ക് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആ ഒരു ആവിയിൽ നിന്നാണ് ഈ ഒരു പച്ചക്കായ് കുക്കായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കണം. താളിച്ചൊഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ മാത്രം ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഒരു 5 കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 വറ്റൽമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു കുഞ്ഞുള്ളിയുടെ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇത് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ചൂടാലെ തന്നെ ഈ ഒരു താളിപ്പ് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു സമയത്താണ് അതിൻ്റെ ഒരു അടപ്പൊന്ന് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഒരു ആവിയിൽ തന്നെയാണ് ഈ ഒരു പച്ചക്കായ് ഈ ഒരു തേങ്ങയിലൊക്കെ ഒന്ന് മിക്സായി യോജിച്ച് വരുന്നത്. എങ്ങനെ ഇതാ ഈ ഒരു താളിപ്പ് ഈ ഒരു പച്ചക്കായ് കറിയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് നിങ്ങളും ഇതേ രീതിയിൽ തന്നെ കറി തയ്യാറാക്കിയിട്ട് എടുക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.